പക്ഷെ ഞാൻ സൂക്ഷ്മമായിട്ട് വിലയിരുത്തിയപ്പോൾ മനസ്സിലാകുന്നത് വെച്ചാൽ ബേബിസഖാവ് ഒരു വാക്ക് അറിയില്ലെങ്കിൽ അത് അപ്പം തന്നെ ചെക്ക് ചെയ്ത് അതിൻ്റെ പ്രൊനൗൺസിയേഷനും മീനിങ്ങും അതിൻ്റെ കോണ്ടെക്സ്റ്റും പഠിക്കും. ഞാൻ പലപ്പോഴും ബ്രിട്ടാസിനോട് ചോദിക്കാറുണ്ട് ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണ്. അല്ല അതൊരു സംഭവം. ഒരു ചോദ്യമുണ്ട് സാറ് ചിലപ്പോഴൊക്കെ മെയിലേക്ക് അഗാസ്റ്റ് എന്ന് പറഞ്ഞൊരു പടം മനസ്സിലായി, അർത്ഥം മനസ്സിലായി, അഗാസ്റ്റ് എന്ന് പറഞ്ഞ് AGHAST അടിക്കാറുണ്ടോ? ആ ചിലപ്പോഴൊക്കെ ആരോ എൻ്റെ പേരിൽ ഇതുവരെ നേരത്തെ പറഞ്ഞ പോലെ കുക്ക് ചെയ്യുന്ന മട്ടൺ കുക്ക് ചെയ്യുന്ന നിങ്ങളുടെയൊക്കെ പ്രവൃത്തി കാണുമ്പോൾ അഗാസ് എന്ന് പറയാൻ തോന്നുന്നു. പക്ഷേ ബേബിസഖാവ് ഹിന്ദി നന്നായി സംസാരിക്കാറുണ്ട്, അത് മനസ്സിലാക്കണം. അതിന്റെ സമയമാണല്ലോ, ഇനി ഹിന്ദി കുറെ. അല്ല, എനിക്കിപ്പോഴും 80കളുടെ അവസാനമോ 90കളുടെ അവസാനമോ ബേബിസഖാവ് ഹിന്ദിയിൽ നടത്തിയ ഒരു പ്രസംഗം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അതായത് അമേരിക്കൻ സാമ്പ്രദായത്തിനെതിരെ ഫിറോസ് ഷാ റോഡിലെ അമേരിക്കൻ സെൻറ്ററിന് മുമ്പിൽ ഒരു പ്രസംഗം, ആ വാക്കുകൾ, അത് ആ പ്രസംഗത്തിൻ്റെ ഒരു വാചകം പറയണോ? വേണം. പിന്നെ അമേരിക്ക ഇന്ത്യക്കോ ധൃതരാഷ്ട്രാലിംഗൻ കർത്തായെന്ന് മുമ്പ് പറഞ്ഞത് ശരിയായി. കാരണം തെറ്റാണെന്നുള്ള സങ്കുചിത്വം ഒന്നും ഇല്ലാതെ കാര്യം മനസ്സിലായില്ലേ? ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തുകയാണ്. അത് ഇവര് ഇന്ത്യയിലെ നരസിംഹറാവു ഗവൺമെൻറ്റൊക്കെ, അപ്പം അവർ വന്നിട്ട് നരേന്ദ്രമോദിയും ഇയാള് ട്രംപ് വന്ന് കെട്ടിപ്പിടിക്കുന്നത് പോലെ വലിയ സ്നേഹപ്രകടനം നടത്തുന്നുണ്ട്. അപ്പം നമുക്ക് ഇന്ത്യൻ ഇതിഹാസങ്ങളെ കുറിച്ച് അറിയാവുന്നവർക്ക് പറയാൻ പറ്റിയല്ലേ NBC ഏറ്റവും നല്ല ഉദാഹരണം. നല്ലോണം അറിയുന്ന മലയാളത്തിൽ പോലും വ്യത്യസ്തമായിട്ടും പുതിയ വാക്കുകൾ ഉണ്ടാക്കിയും ചേരുവകൾ ഉണ്ടാക്കിയും സംസാരിക്കുന്ന ഒരാളാണ്. സഖാവാണ് സത്യത്തിൽ ഈ രക്തനക്ഷത്രാങ്കിത ശുഭ്രപതാക എന്നുള്ള വാക്ക് കോയിൻ ചെയ്തത്. അങ്ങനെയാണ് ഞങ്ങളുടെയൊക്കെ ഒരു ധാരണ. അങ്ങനെ ചില പ്രയോഗങ്ങൾ, അത് ഓർമ്മശക്തിക്ക് നല്ല കുഴപ്പമുണ്ട്. നമ്മൾ അന്ന് ഈ സ്റ്റുഡൻറ്റിൻ്റെ ഇതൊക്കെ ഇറക്കുമ്പോൾ ഇപ്പം ചോദിച്ചതുകൊണ്ടാണ്, അല്ല ചെങ്കനൽ പോലെ ജ്വലിക്കുന്ന നക്ഷത്ര ശുഭ്രപതാക കാണുമ്പോൾ ഉയരട്ടൊരായിരം മുഷ്ടികൾ രണഭൂവിൽ ആർത്തിരമ്പിയിടട്ടെ പുത്തൻ കരുത്തുകൾ എന്നൊരു 4 വരി കോളേജ് യൂണിയൻ ഇലക്ഷൻ്റെ സമയത്തുള്ള സ്റ്റുഡൻറ്റിൻ്റെ പിന്നെ ശീർഷകമായിട്ട് അന്ന് ഞാൻ കവിത എഴുതിയിരുന്നല്ലോ, അമര സാൽവദോർ സമര സാൽവദോർ. അത് സഖാവിതല്ലേ? അതെല്ലാം കവിതയ്ക്ക് എന്നോട് വിരോധം ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ എന്താ വെച്ചാൽ ഈ ചന്ദ്രശേഖർ ഒരു കവി ആയതുകൊണ്ട് ആണ് ഈ ചോദ്യങ്ങൾ. പക്ഷെ ചന്ദ്രശേഖർ ഇപ്പം കാഴ്ചയിൽ സൗമ്യനാണെങ്കിൽ എഴുതുന്ന കവിതയിൽ മുഴുവൻ കത്തി വെട്ടുകത്തി എന്നൊക്കെ പറഞ്ഞ വാചകങ്ങളാണ്. നരൂദയുടെ മനോഹരമായ പ്രണയകാവ്യങ്ങൾ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അതെ.